നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനായുള്ള ബസ് യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നേ ബോധിച്ച മട്ടാണ്. ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിനൊപ്പം യാത്രയിൽ സുരക്ഷ ഒരുക്കിയ ഉദ്യോഗസ്ഥൻ പറയുന്നത്. നവകേരള ബസിന്റെ ആവേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇത് സംബന്ധിച്ച ആശയം മുന്നോട്ട് വെച്ചത് ക്രമസമാധാന ചുമതലയുള്ള ADGP AR അജിത് കുമാറും തന്നെ. യാത്രാവേളയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവാൻ സൗകര്യം ഒരുക്കണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രിക്കും കനത്ത സുരക്ഷയാണ് പോലീസ് ഭാവിയിലും ഒരുക്കുക എന്ന് ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യമൊരുക്കാൻ കാരവാനും സാധിക്കും. 2-3 സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറയുന്നു. നവകേരള യാത്രയ്ക്ക് ആധുനിക സൗകര്യങ്ങളുള്ള ബസ്സും അനുബന്ധ സംവിധാനങ്ങളും അനിവാര്യമായിരുന്നുവെന്നാണ് അജിത് കുമാർ പറയുന്നത്. യാത്ര സമാപിച്ച ശേഷം പോലീസ് ഉന്നത നേതൃത്വത്തിന്റെ വിലയിരുത്തലും ഇതാണ്. VIP-കൾ ഒരേ സ്ഥലത്തേക്ക് ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം സുരക്ഷ ഒരുക്കുന്നത് അപ്രായോഗികമാണ്. വലിയൊരു തലത്തിൽ ബസ് മികച്ച മാതൃകയുമാണ്. സമാന മാതൃകയിൽ സഞ്ചരിക്കുന്ന വാഹനം സ്ഥിരമായി മുഖ്യമന്ത്രിക്ക് ആവശ്യവും. മാധ്യമങ്ങളാണ് എല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. മുഖ്യമന്ത്രിയല്ല ആരായാലും എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു. കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം ശീലിച്ചിരുന്നു. ആ കാലത്തും അതിനുശേഷവുമായി സർക്കാരിലെ എല്ലാ ഫയലുകളും ഈ ഫയലായി എവിടെയിരുന്നും നോക്കാം. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ മാത്രമിരുന്ന് ജോലി ചെയ്യണമെന്നും പറയുന്നതിന്റെ യുക്തി എന്താണ്? അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഓഫീസാണ് വേണ്ടതെന്നും അത്യാവശ്യം 2-3 സ്റ്റാഫിന് കൂടി അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യം അടക്കമുള്ള കാരവാനാണ് ആവശ്യമെന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ഈ ആവശ്യം. നവകേരള യാത്ര തുടങ്ങിയ ശേഷം തിരികെ പോരാനാണ് ഞാൻ കാസർഗോഡേക്ക് പോയതെന്നും പിന്നീട് സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ വടക്കൻ ജില്ലകളിൽ വിടുന്നതുവരെ ഒപ്പം തുടരാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന കാര്യം മാവോയിസ്റ്റ് ഭീഷണിയായിരുന്നുവെന്നും വടക്കേ ഇന്ത്യയിൽ ഉള്ളതുപോലെ നക്സൽ ഭീഷണി അത്ര ഗൗരവമായി കാണുന്നില്ല, എന്നാൽ കുറച്ചും കാണുന്നില്ല. Z കാറ്റഗറിയിലുള്ള VVIPക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ നേരിയ ഒരു സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കേണ്ടി വരും. ഏറ്റവും കാര്യക്ഷമമായി മാവോയിസ്റ്റ് ഭീഷണി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. സമീപകാലത്ത് എത്ര ഏറ്റുമുട്ടൽ ഉണ്ടായി, എത്ര പേർ അറസ്റ്റിലായി, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നെല്ലാം കണക്ക് നോക്കണം. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നായിരുന്നു യാത്ര തുടങ്ങും മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാണ് ADGP പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാരവാനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ നേരത്തെ തന്നെ 80 ലക്ഷത്തിന് ഹെലികോപ്റ്റർ വലിയ രീതിയിൽ അത് ചർച്ചയായിരുന്നു. നിലവിൽ പ്രതിമാസം 80 ലക്ഷം രൂപ എന്ന നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് മാത്രം നൽകുന്നത്. ഇത് സംബന്ധിച്ച് സ്വകാര്യ കമ്പനിയുമായി ഉടൻ കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ തീരുമാനിക്കുകയും പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കുകയും ചെയ്ത ഹെലികോപ്റ്റർ ആശയമാണ് വീണ്ടും പൊടി തട്ടി എടുത്തത്. നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുമ്പോഴാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ ഒരുങ്ങുന്നത് എന്ന വിമർശനം വലിയ തോതിലാണ് അന്നുണ്ടായത്. എന്തായാലും ഇനിയൊരു കാരവാൻ കൂടി വരുമ്പോൾ സംഭവ വികാസം അങ്ങ് മാറും എന്ന കാര്യത്തിലും സംശയമില്ല.